ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എരുമമുണ്ടേൻ്റെ അടുത്തുള്ള പെരുമ്പത്തൂർ പള്ളിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് താഹിറാനെ കാണാനാണ്. താഹിറാൻ്റെ വീടാണ് ഈ കാണുന്നത്. ഒക്കെ പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം. താഹിറാക്ക് ചെറുപ്പത്തിൽ കാല് രണ്ടും ഇങ്ങനെ അടുത്തിട്ടായിരുന്നു. അപ്പോൾ അതിനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു. കാലിങ്ങനെ കുറച്ച് വിടരാൻ വേണ്ടിയിട്ട്, നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ നട്ടലിൻ്റെ ഇവിടെ ചെറിയൊരു തടിപ്പ് പോലെ, അതാണ് അവളെ ബുദ്ധിമുട്ട് എന്ന് വിചാരിച്ച് ഓക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടും ഓക്കില്ല. അവിടെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്മാർട്ടായിട്ടുള്ളൊരു മോളാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ കാണുന്നതാണ് കേട്ടോ അവരുടെ വീട്. എന്നാ അവളിലേക്ക് പോവാം. താഹിറ, ഇതാണ് കേട്ടോ താഹിറ. എന്തൊക്കെയാ വിശേഷം? അത് ഉപ്പയാണ്. ഉപ്പാൻ്റെ പേരെന്താ? മൊയ്തീൻ അല്ലേ? അപ്പോൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ താഹിറ? എന്നാ ഇവിടെ ഇരുന്നു. ഇപ്പം ഇവിടെ ഇരുന്നോ? ഇത് താഹിറാൻ്റെ ആങ്ങളെയാണ്. അത് ശരി. അപ്പോൾ ഉപ്പ, ഞാൻ ചെറിയൊരു രീതിയിൽ പറഞ്ഞിക്ക്, പക്ഷെ ഒന്ന് വ്യക്തമായിട്ട് ഉപ്പ തന്നെ പറയോ, എന്താണ് ശരിക്കും താഹിറാക്ക് ബുദ്ധിമുട്ടുള്ളത്? താഹിറാക്ക് ജന്മനാല കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാലിന് ഈ മുട്ട രണ്ടും ചെറിയൊരു ഉടതണമാരിയുള്ള ഒരു വിഷയം വന്ന് നടക്കുമ്പോൾ അടുത്ത് പോയത്. അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് 2 കൊല്ലത്തോളം ചികിത്സ ചെയ്ത് ബെൽറ്റ് 2 കാലിന് ഇട്ട് ഇപ്പോൾ അസുഖമൊക്കെ മാറി, കാലിന് മുട്ടിന് ഒക്കെ നേരായി വന്നു. അങ്ങനെ വന്നതിന് ശേഷമാണ് ഈ നട്ടലിന് ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ചെറിയൊരു അടയാളം കണ്ട് അങ്ങനെ അത് വലുതായി, അവിടെ കുറച്ചായി. പിന്നെ അവിടെ ബെൽറ്റൊക്കെ ഇട്ട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ നട്ടലിന് ചെറിയൊരു പ്രശ്നം വന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഓപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ പണിയും ജോലിയൊക്കെ എടുക്കാം. അവർക്ക് ബുദ്ധിപരമായിട്ടുള്ള വിഷയങ്ങളോ പണിയെടുക്കണുള്ള തകരാറോ പഠിത്തത്തിൻ്റെ കുഴപ്പമൊന്നും അവൾക്കില്ല. അതിന് +2 കഴിഞ്ഞിട്ട് TTC-യിൽ പരീക്ഷ വരെ എഴുതി. TTC വരെ പഠിച്ചു. അന്ന് ഇവിടുന്ന് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആളുകളൊക്കെ തരണം ചെയ്ത് പോയി. പിന്നെ ഇവിടെ പെരയിൽ ആളും ഇല്ല. അപ്പോൾ ഞാനും കുട്ടി തന്നെ അവിടെ നിൽക്കണത്. പേരല്ല എല്ലാ പണികളും തന്നെ എടുക്കണത്. പിന്നെ കടയിലും പോകും. കടയാണ്. എന്ത് കടയാ? പലചരക്കട. അവിടെ താഹിറ ഇരിക്കലുണ്ടോ? അപ്പൊ ഉപ്പ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നമ്മൾ ഈ കാലിന്റെ അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നട്ടലിൽ അല്ലേ, അപ്പൊ ചെറിയ രീതിയിൽ വന്ന് ഇപ്പൊ ചെറിയൊരു ഇവിടെ അല്ലേ ബാക്ക് സൈഡിൽ ചെറിയ കുറച്ചൊരു വലുതായിക്കില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് കിടക്കുന്നേരോ അല്ലെങ്കിൽ നടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല, വേദനയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കാഴ്ചയിലുള്ള ആ ഒരു തടിപ്പ് പോലെ അത് അല്ലേ? അതെ. അപ്പൊ കാണാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ നടക്കുന്നതിന് ഇപ്പോൾ കാലിന്റെ ആ ബുദ്ധിമുട്ട് ആ ട്രീറ്റ്മെന്റിലൂടെ കംപ്ലീറ്റ് റെഡി ആയില്ലേ? അതെ. അപ്പോൾ ദൂരെ നടക്കുന്നതിനൊന്നും വിഷയമില്ല. ചെറിയൊരു വലിച്ചിൽ പോലെ ചെറിയ അല്ലേ, ഒരു മൈന്യൂട്ടായിട്ട്, അതും പറയാനുള്ളതൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഓരോ കാര്യം എടുത്തു പറയുന്നത് അത് മനസ്സിലാക്കിയിട്ട് അവളെ സ്വീകരിക്കുന്ന ഒരാളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. മരണം വരെ അവളെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ. പിന്നെ ഉപ്പ പറഞ്ഞു ഇവിടെ എത്രയോ പണിക്കാരൊക്കെ ഉണ്ട്, അവൾ 5 മണിക്ക് തന്നെ ഫുഡൊക്കെ ആക്കിയിരിക്കുന്നില്ല. അപ്പോൾ അത്രയും സ്മാർട്ടാണ് ആള്. TTC പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല അല്ലേ? അതങ്ങനെ വിട്ടു. ഉമ്മ മരണപ്പെട്ടിട്ട് എത്രയായി? 1.5 വർഷം. താഹിറാക്ക് ഇപ്പൊ എത്ര വയസ്സായി? 38. ഇപ്പൊ നമ്മൾ അന്നേരം കല്യാണാലോചനകൾ നോക്കിയില്ലായിരുന്നാ? നോക്കിയിരുന്നു. അതിനോളെ സമ്മതിക്കില്ലായിരുന്നു. വിവാഹം വേണ്ടെന്ന് പറഞ്ഞതിനു പറഞ്ഞു. അങ്ങനെ ഇരുന്നു. ഭാര്യയുടെ മരണത്തിന് ശേഷമാണ് അവൾക്ക് അങ്ങനെ താല്പര്യം വന്നത്. ആലോചനകളൊക്കെ വന്നിരുന്നു അല്ലേ? വന്നിരുന്നു. അവളൊക്കെ തട്ടിക്കളഞ്ഞതാണ് അന്ന്. ഇപ്പൊ പിന്നെ ഇപ്പൊ ഇവിടെ ഒറ്റക്കായപ്പോ നമുക്ക് അങ്ങനെ തോന്നൽ വന്നു. അത് കുഴപ്പമില്ലടാ, വയസ്സ് കൂടി പോയിട്ടൊന്നും ഇല്ല അല്ലേ? നമ്മളെ മനസ്സിലാക്കുന്ന ഒരാള് എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ വരട്ടെ. അപ്പോൾ അവൾ എഡ്യൂക്കേറ്റഡ് ആണ്, അവളെ കാര്യങ്ങളൊക്കെ അവൾക്ക് പറയാൻ മാത്രമുള്ള ഒന്നും ഇല്ല കേട്ടോ. ഈ എന്താണ് ഇപ്പോൾ അവളെ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ട് നോക്കില്ല. ജന്മന ഉള്ള ഒരു പിന്നെ കാലിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ എന്തോ ആഫ്റ്റർ എഫക്റ്റ് പോലെ നട്ടലിൻ്റെ ഈ ബാക്ക് സൈഡിൽ ചെറിയൊരു തടിപ്പ് പോലെ വന്നിക്ക്. അതിപ്പോൾ കാഴ്ചയിലുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അവൾ ഓടിച്ചാടി നടക്കുന്ന ആളാണ്, കടയിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്, ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവളെ മനസ്സിലാക്കുന്ന ഒരാൾ വരട്ടെ. 38 വയസ്സാണ് ഇപ്പോൾ ആയത്. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം ഉപ്പാ?
45 വയസ്സ് വരെ അല്ലേ താഹിറ? 43 45 തീർച്ചയായും മാക്സിമം 45 വയസ്സിന്റെ ഉള്ളിലുള്ള ഒരാലോചനയാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? മലപ്പുറം ജില്ലയിൽ ഇപ്പൊ നിലമ്പൂർ ഏരിയയിലാണ് ഏറ്റവും മുൻഗണന കൊടുക്കാറുണ്ട്. നിലമ്പൂർ എപ്പോഴും പോകാനും വരാനും അന്വേഷിക്കാനൊക്കെ നമുക്ക് പറ്റുന്ന അതെ അതെ. ഏറ്റവും മുൻഗണന. നിങ്ങൾക്ക് എത്ര മക്കളാ? 3 ആള്, 3 പെൺകുട്ടികളാ? 3 കുട്ടികൾ. 2 ആളെയും വിവാഹം കഴിഞ്ഞ്. ആ ഇനി താഹിറാൻ്റെയും കൂടിയാണ് ഉള്ളത് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ താഹിറാൻ്റെയും കൂടെ കല്യാണം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം. അപ്പോൾ ദൂരം മാക്സിമം നമ്മൾ മലപ്പുറം, നിലമ്പൂർ, മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിൽ തന്നെ നോക്കുന്നുള്ളൂ അല്ലേ? നല്ല പാർട്ടി വരുവാണെങ്കിൽ കുഴപ്പമില്ല. അതെ നമുക്ക് മലപ്പുറം ജില്ല നിലമ്പൂർ ഏരിയയിലാണ് കൂടുതലായിട്ട്. അതെ. ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമുക്ക് നല്ലൊരു ഫാമിലി, നല്ല കുടുംബ ബന്ധങ്ങൾക്കൊക്കെ മൂല്യം നൽകുന്ന ഒരു വരനെയാണ് വേണ്ടത്, നല്ലൊരു അങ്ങനത്തെ ഒരു ഫാമിലി, നല്ലൊരു ഫാമിലിനെയാണ് നമുക്ക് വേണ്ടതെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല കുടുംബവും ഒക്കെ ഉള്ളിടത്തുനിന്ന് ഒരു ആലോചന തന്നെ വരട്ടെ അല്ലേ? തീർച്ചയായിട്ടും. അതെ. വേറെ ഇപ്പൊക്കെ എന്താ പറയാനുള്ള വരനെ പറ്റി എന്തെങ്കിലും വേറെ പറയാനുണ്ടോ? പറഞ്ഞാല് നിലവിൽ പെണ്ണുങ്ങളുള്ള ആളാണെങ്കിൽ പറ്റൂല. ഭാര്യമാരുള്ളവരൊന്നും നമുക്ക് വേണ്ട. പിന്നെ കല്യാണം കഴിഞ്ഞ് കാര്യം തീർത്തതാണെങ്കിലും കുഴപ്പമില്ല. അതെ. പിന്നെ ഇവിടെ നോക്കണം മരണം വരെ. അതാണ് ഞങ്ങളുടെ കുട്ടികളുള്ളവരെ നമ്മൾ സ്വീകരിക്കുക. കുട്ടികളുള്ളവരെ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അപ്പൊ ബാധ്യത ഇല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയതൊന്നും നമുക്ക് പ്രശ്നമില്ല അല്ലേ? അതെ അതെ. താഹിറയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഡിമാൻഡുകൾ ഉണ്ടോ? ഡിമാൻഡ് എന്നെ പരിഗണിച്ച് എന്നെ മനസ്സിലാക്കി വരുന്ന ഒരാളാണ്. അത്രേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്ന ഒരാൾ അല്ലേ? മനസ്സിലാക്കുന്ന ഒരാൾ. അതെ. അങ്ങനെയുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. വേറൊന്നും പറയാനില്ല അല്ലേ? നമ്മളെ താഹിറാൻ്റെ ഉയരം കുറച്ചൊരു കുറവുണ്ട്. 4.5 അല്ലേ? 4.6. അപ്പോൾ ഒരു 4.5 അടിയാണ് താഹിറാൻ്റെ ഉയരം ഉള്ളത്. അപ്പോൾ നമുക്ക് ഉയരം പിന്നെ ഹൈറ്റ് ഉള്ള ഒരാളൊന്നും നമുക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ലേ? അപ്പോൾ താഹിറാൻ്റെ ഉയരം അത്രയാണ്, 4.5 അടിയാണ്. അപ്പോൾ അതും കൂടെ വരുന്ന ആൾ മനസ്സിലാക്കണം. അങ്ങനെ അതിന് അനുസരിച്ചുള്ള ഒരു ആലോചനയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു കാര്യവും നമ്മൾ മറച്ചു വെച്ചിട്ടൊന്നും ഇല്ല ഇക്ക. എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വീട്ടുകാരോടും അങ്ങനെ തന്നെയാണ് പറയാൻ. എല്ലാം നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടേ വിവാഹം ചെയ്യാവൂ എന്നുള്ളത്. കാരണം വിവാഹ ജീവിതം ഒരുപാട് വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കല്യാണം കഴിയാൻ എളുപ്പമാണ്, അത് നിലനിന്ന് പോകാൻ വലിയ പാടാണ്. അപ്പോൾ നല്ലപോലെ അന്വേഷിച്ചിട്ട് മാത്രമേ ഇരു കൂട്ടരും, നിങ്ങൾക്ക് പല ആലോചനകളും വരുവിക്കുക, നല്ലപോലെ അന്വേഷിക്കണം. അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. അവരുടെ നാട്ടിലും വീട്ടിലും ഒക്കെ പോയി നല്ല എത്ര ദിവസം എടുത്താണെങ്കിലും അന്വേഷിക്കണം. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ അന്വേഷിച്ച് ചെയ്യാട്ടോ. ഇങ്ങനെ ഒരു കുട്ടി ഇന്ന സ്ഥലത്തുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മളത്. ബാക്കി നിങ്ങൾ തന്നെ ചെയ്യാൻ കേട്ടോ. അതേപോലെ ഫോൺ കോൾ വരുമ്പോൾ ആർക്കും ഓളെ നമ്പറോ അല്ലെ ഓളെ കൊണ്ട് സംസാരിപ്പിക്കുക ഒന്നും ചെയ്യണ്ട. ഒരു അപരിചിതമനാണ് വിളിക്കുന്നത്, ആരാ ഏതാ നമുക്കറിയില്ല. ഇവിടെ വന്ന് പെണ്ണ് കണ്ട് നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമല്ല ഓക്കെ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ മുമ്പ് ആരോ ഒരാൾ വിളിക്കുമ്പോൾ ഓളെ നമ്പർ ഓളെ ഫോട്ടോ ഒന്നും അയച്ചു കൊടുക്കണ്ട. നമ്മൾ വീഡിയോ എടുക്കുന്നത് ഓളെ കാണാൻ വേണ്ടിയിട്ടാണ്, ഓളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫോണിലൂടെ അപരിചിതരോട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അത്രയും ബിരുദന്മാരാണ് ചുറ്റും. പുതിയൊരു സിം എടുക്കുക, വരുന്ന കോളെല്ലാം മാക്സിമം റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ തന്നെ ഫോൺ എടുക്കുക, പെണ്ണുങ്ങളെ കൊണ്ട് എടുപ്പിക്കാണ്ടിരിക്കുക. ഇല്ല നിങ്ങൾ ഓളെ ആങ്ങളെന്നെ കൊണ്ടോ ആണുങ്ങൾ തന്നെ ഫോൺ എടുക്കുക. ഇക്കാര്യം കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ നിലമ്പൂര് പെരുമ്പത്തൂര് അല്ലേ? പള്ളിപ്പടി. നമ്മളെ മഹല്ല് പള്ളിപ്പടി. താഹിറ വേറെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് എന്റെ ഈ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു അടയാളം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതെ. പക്ഷെ എനിക്ക് വേറൊരു ബുദ്ധിമുട്ടുകളും എനിക്കില്ല. അതെ. നടക്കുന്നതിനും കോണി കയറുന്നതിനും സ്റ്റെപ്പ് കയറുന്നതിനോ എവിടെ കയറുന്നതിനും എനിക്ക് കുഴപ്പമില്ല. ജോലി ചെയ്യണതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ഇത് ഉണ്ടെന്നുള്ളൂ. അല്ലാതെ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തറയിലും മലർന്ന് വരെ ഞാൻ കിടക്കും. അതെ, ഒരു ബുദ്ധിമുട്ടാവില്ല. തീർച്ചയായും. എങ്ങനെ കിടക്കാനോ എങ്ങനെ കയറാനോ എവിടെ പോകാനോ ഒറ്റയ്ക്ക് ഞാൻ യാത്ര ചെയ്യും. കോഴിക്കോടൊക്കെ തന്നെ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. മാഷാ അല്ലാ. അപ്പൊ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല കേട്ടോ. അത്രയും സ്മാർട്ടായിട്ടുള്ള ഒരു മോളാണ്. അവള് കല്യാണം വേണ്ട എന്ന് പറഞ്ഞാൽ ഇരുന്ന് കയറാം.
കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് അങ്ങനെ ലേറ്റ് ആയതാണ്. അല്ലാണ്ട് ആ ആലോചന വെറൈറ്റി ഒന്നും അല്ല കേട്ടോ. ഇനി നമുക്ക് ലേറ്റ് ആക്കാനില്ല. ഈ വീട്ടിലിപ്പോൾ ഉപ്പയും മോളും തന്നെ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിയണം. നമുക്ക് അങ്ങോട്ട് കെട്ടിച്ചയക്കുന്ന അങ്ങോട്ടേക്ക് കൂട്ടുന്ന ഒരാളെയാണ് കേട്ടോ വേണ്ടത്. നല്ലൊരു ഫാമിലിയിൽ നിന്നുള്ള ഒരു ആലോചന എത്രയും പെട്ടെന്ന് നമുക്ക് വരട്ടെ. ഉപ്പാ എന്നാ പിന്നെ വേറൊന്നും ഇല്ലല്ലോ, ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. താഹിറ ഓക്കെ ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, താഹിറയും ഉപ്പയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം. അപ്പോൾ ഓള് പറഞ്ഞ പോലെ തന്നെ ഈ കാണുമ്പോഴുള്ള ഇവിടെ ഒരു ചെറിയൊരു തടിപ്പ് പോലെ ആ ഒരു ഇത് എന്നല്ലാതെ ഓക്കെ വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നടക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. അവൾ എല്ലാ കാര്യങ്ങളും സ്മാർട്ടായിട്ട് ചെയ്യുന്നതാണ്. കുക്കിംഗ് ആയാലും ഇവിടുത്തെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യും, എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാ കാര്യം കൊണ്ടും അവൾ ഓക്കെയാണ്. അങ്ങനത്തെ ഒരു നല്ലൊരു മോളാണ്. അപ്പോൾ അവളെ കല്യാണം കഴിക്കാൻ വരുന്ന ഒരാളും അതേപോലെ നല്ലൊരാളായിരിക്കണം. അപ്പോൾ ഈ ഒരു വയസ്സ് 45 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ആലോചനയാണ് വേണ്ടത്. നിലവിൽ ഭാര്യമാരുള്ള ആൾക്കാർ ആരും കോണ്ടാക്ട് ചെയ്യരുത്. എന്നെ കുറേ ആൾക്കാർ വിളിക്കലുണ്ട്. ചില സ്ത്രീകളൊക്കെ വിളിച്ചു പറയും, എൻ്റെ ഭർത്താവ് ഇങ്ങനെ നാട് നീളെ നടന്ന് കല്യാണം കഴിക്കുന്ന ഒരാളാണ്, നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും വീഡിയോയിലുള്ള ആരെങ്കിലും ഒരു വിളിച്ചിക്കോ നിനക്ക് പേടിയാന്ന്, അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞോ വിളിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, പഠിച്ചാൽ ഇങ്ങനെ ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ടല്ലോ. നമ്മൾ വീഡിയോ ചെയ്യുന്ന ഓരോ ആൾക്കാരും ഒരു കോള് വരുമ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നാട് നീളെ നടന്ന് കല്യാണം കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഓലെപ്പറ്റി ജസ്റ്റ് എങ്ങനെ വന്നല്ലേ വേഗം കെട്ടിക്കാന്ന് വിചാരിച്ച് നിങ്ങൾ കെട്ടിക്കരുത്, അത് നിലനിൽക്കൂല. ഏതൊക്കെ വഴി അന്വേഷിക്കാൻ പറ്റുമോ ആ വഴിയൊക്കെ അന്വേഷിക്കണം. എന്നിട്ട് ഫൈനലായിട്ട് എത്ര സമയം എടുത്താലും ഓലെപ്പറ്റി പഠിച്ചിട്ടല്ലാണ്ട് കെട്ടിച്ച് കൊടുക്കരുത്. അങ്ങനെ കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ കല്യാണം കഴിച്ച് നടക്കുന്നവർ. അപ്പോൾ ഓലിക്ക് നല്ലൊരു ചാൻസ് ആണല്ലോ ഇങ്ങനെ ഈ കാര്യങ്ങൾ നമ്പറൊക്കെ വരുമ്പോൾ വേഗം വിളിച്ച് ആലോചനയാക്കി വേഗം കെട്ടിക്കാലോ, അന്വേഷിക്കരുത് എന്നൊക്കെ പറയും. നിലവിൽ ഭാര്യമാരുള്ള പോലെ ഇവർക്ക് താല്പര്യമില്ല. ഇവർക്ക് ഓളെ മനസ്സിലാക്കുന്ന ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതൊക്കെ അതിന് മാന്യമായ കാരണങ്ങളാണെങ്കിൽ ഇവരന്വേഷിച്ചിട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അനാവശ്യമായിട്ട് ആരും വിളിക്കരുത്. മോളെ കല്യാണം എത്രയും പെട്ടെന്ന് നമുക്ക് അടിപൊളിയായിട്ട് നടത്തണം. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അത് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.